ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ പോവുകയാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഞാനൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ഞങ്ങൾ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് ബസ്സിലും കുറച്ച് പേര് ട്രെയിനിലായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ സ്വന്തം ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അച്ഛനും ചേട്ടനും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലോട്ട് പോവാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് കാണാം. അമ്മ ഒരു ഹായ് കാണിക്കാം. ഓക്കെ, ബൈ. ഞാനും അമ്മയും കൂടി വീടൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഇസയും ഇസയുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാം ബസ്സിൽ കയറി ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ 2-3 പേര് വെയിറ്റിംഗ് ആയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് എല്ലാവരും വന്നതിന് ശേഷം രണ്ടിലൊന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. ഞങ്ങൾ ഓച്ചിറയിലെത്തി. ഇതാണ് വന്നിസ, ഇത് ഇസാടെ അനിയത്തി, ഇത് ആർദ്ര. ഇത് വീണ്ടും നേരത്തെ വ്ലോഗിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇതാദ്യം അങ്ങനെ അവിടെ നിന്ന് കയറി ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ബാക്കിൽ സീറ്റിൽ പോയിരുന്നു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ടപ്പോൾ ഒന്ന് എനർജി ആവാൻ വേണ്ടി ഇച്ചിരി നേരം അവിടെ ഇരുന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂരാണ് എത്തിയത്. കൊടുങ്ങല്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അങ്ങനെ എല്ലാവരും ഒരു ഹോട്ടലിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. അപ്പം ഞങ്ങൾ ഓരോരുത്തർക്ക് റൂമൊക്കെ താക്കോല് മേടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ എൻ്റെ വല്യമ്മച്ചിയും വല്യച്ഛനും വേറൊരു വല്യമ്മച്ചിയും അനിയത്തിയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വന്നു. അപ്പോൾ ഇതാണ് ട്രെയിനിൽ വന്ന ആൾക്കാർ. ഞങ്ങളെക്കാളും നേരത്തെ വന്നതിൻ്റെ സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തി. അമ്പലത്തിലല്ല, റൂമിലെത്തി. ഹരികൃഷ്ണ ലോഡ്ജ്. അപ്പോൾ ബാക്കി വിശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ എല്ലാവരെയും ഡ്രസ് കോഡ് ബ്ലാക്കാണ്. കുട്ടികളെല്ലാവരും ബ്ലാക്കാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ ഇറങ്ങുവാണ്. അങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കർക്കിടകം 1-നാണ് ഞങ്ങളുടെ പരിപാടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ആനയും അമ്പലക്കുളവും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അവിടെ ഒന്നും നിന്ന് റീൽ എടുക്കാൻ അവരാരും സമ്മതിക്കുന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ എവിടേക്കോ നിന്നെടുത്തു. ഞങ്ങൾ പകുതി വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ വരും, മതി 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 എന്ന് പറയും. ഞങ്ങൾ ഓടിക്കും. പിള്ളേർ കാല് പിടിച്ച് നോക്കി, എന്നിട്ടൊന്നും നടന്നില്ല. ലാസ്റ്റ് പിള്ളേർ വൈലൻ്റായി ഗൈസ്. പറ്റുന്ന പോലൊക്കെ എവിടെയോ നിന്നൊരു റീൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിറ്റേ ദിവസമാണ് പ്രോഗ്രാം വരുന്നത്. രാവിലെ 5 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ കണ്ട കാഴ്ച. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, നല്ല ലേറ്റായി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി പ്രോഗ്രാമിൻ്റെ ദിവസം കാണാം. കുറച്ച് വീഡിയോ ഒന്നും എടുത്തില്ല, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇപ്പം സമയം 1 മണി 1:04. അപ്പം നമുക്ക് രാവിലെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് എണീക്കണം. അപ്പൊ ഞാൻ 4 മണിക്ക് തോന്നി. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. അപ്പം എണീറ്റു. ഇന്നാണ് നമുക്ക് പരിപാടി. അവിടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. കുളിച്ചൊക്കെ വാങ്ങിയിട്ടില്ല. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാവരും റെഡി ആയിട്ട് വന്നു. മേക്കപ്പിനായിട്ട് അവർ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അങ്ങനെ സാറിനെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ കുളിക്കാൻ പോവാണ്. ഓക്കെ, ബൈ. കുളിച്ചിട്ട് വരാം. ഗൈസ്, ഞാൻ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, ലെൻസ് വെച്ചു. കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ലെൻസ് വെച്ചു.
ഇനി നമുക്ക് വീട്ടിൽ ഞാൻ ടേസ്റ്റ് ചെയ്തു. നല്ല പനിയുണ്ട്, മൂക്കൊക്കെ ഒളിക്കുന്നു, മേക്കപ്പൊക്കെ പോകുമെന്നോ നോക്കാം. എന്തായാലും റെഡി ആവുകയാണ്. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കൊണ്ടിരുന്നു. എനിക്ക് തന്നെ മുടിഞ്ഞ ഗ്ലാമറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ. വേറൊരു കാര്യമുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേരള നടനത്തിൻ്റെ വേഷം ഇടുന്നത്. ഞാൻ കേരള നടനം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ക്യാരക്ടർ വേഷമാണ് ഇടാറ്. ആദ്യമായിട്ടാണ് ഞാൻ കേരള നടനത്തിൻ്റെ വേഷം ഇടുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ എനിക്കുണ്ട്. അപ്പം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് അത് കളിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അങ്ങനെ തന്നെ ബാക്കി കുട്ടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മേക്കപ്പ് ഇട്ടത് രഞ്ജിത്ത് മാഷാണ്. ഇതാണ് എൻ്റെ മാഷ്. എൻ്റെ കുട്ടികളെ എല്ലാവരെയും മാഷ് തന്നെയാണ് എപ്പോഴും മേക്കപ്പ് ഇടുന്നത്. ഇതാണ് അവർ കൂടെ വന്ന മാഷുമാർ. എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരുക്കി തന്നതിന് അങ്ങനെ എല്ലാവരും റെഡിയായി. ഞങ്ങൾ ലിഫ്റ്റിൽ താഴോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ താഴെ ഒരു കല്യാണ മണ്ഡപത്തിൽ പോയി ജസ്റ്റ് ഒന്ന് മംഗളമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയിട്ട് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലോട്ട് എത്തിയത്. 3-4 ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും കൃത്യസമയത്തിന് മുമ്പ് തന്നെ നമുക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്താൻ പറ്റി. ഈ പരിപാടി തുടങ്ങി. പരിപാടിയുടെ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അകത്ത് ഫോൺ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പുറത്തുനിന്ന് ആൾക്കാരിൽ നിന്ന് എടുത്തതൊക്കെ ഉള്ളൂ. ബാക്കി വീഡിയോസൊക്കെ കിട്ടുമ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം. ബാക്കി വീഡിയോസ് എന്തായാലും കുറച്ചുള്ളത് എന്തായാലും കണ്ടിട്ട് വായും. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ക്യാമറമാൻ്റെ കയ്യിലാണ്. 2 ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസാണ്. അതെല്ലാം ഇതിനകത്ത് കുറച്ചൊക്കെ ആഡ് ചെയ്തേക്കാം. ബാക്കി ഫോട്ടോ ഉടനെ കിട്ടും. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിനപ്പുറത്ത് എല്ലാ കുട്ടികളും നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളാണ് ലാസ്റ്റ് വണ്ടി. നേരെ വീട്ടിൽ പോകണം. 30 കളിച്ചു. ഇതിനകത്ത് വ്ളോഗ് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ അതൊക്കെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ റൂമിലെത്തി. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങണം വണ്ടി എടുക്കാൻ. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ചതിൻ്റെ തുല്യമായിട്ട് മഴ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഴയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആളായിരുന്നു. മനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു. അത് തന്നെ ഒരു വലിയ ഭാഗ്യം. എന്നാലും വന്ന എൻ്റെ ഇത്രയും കുട്ടികൾക്കും അവരുടെ പേരൻസിനും അവരുടെ കൂടെ വന്ന അവരുടെ ബന്ധുക്കൾക്കും ഒത്തിരി നന്ദി. അങ്ങനെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പോയി ഒന്ന് ഫ്രഷായി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വണ്ടിയിൽ കയറി. നമ്മളിനി നേരെ നമ്മൾ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ബാക്കിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് അവർ വാരി തരുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നമുക്ക് എവിടെ പോകാൻ? ചായ കുടിക്കാൻ പോവാം. എല്ലാവരും പോയി, നമ്മളെ കൂട്ടാണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റാ. ഞങ്ങളെ പോയിട്ട് വരാം. നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. സ്കൂളും ക്ലാസ് ഒക്കെ ഇട്ടോണ്ട് എവിടെ പോവാന്ന്?
അങ്ങനെ ബാക്കിയുള്ളവരും എല്ലാവരും സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളൊരു വണ്ടി നിർത്തി ഫുഡ് കഴിച്ചു. അല്ല ഫുഡൊക്കെ കഴിച്ചതിന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി ഡാൻസ് കളിച്ചു, അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് കുറേ നേരം ഇരുന്ന് ഉറങ്ങിയാണ് ഇത് പറ്റിയ ചെണീച്ചപ്പത്തേക്കും വീട്ടിലെത്തി. അങ്ങനെ ബാക്കി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി ഞാൻ. വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി ഇനി ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ ബൈ.